പുറമേ കാണുന്നത് പോലെ അത്ര സുന്ദരമല്ല മലയാള സിനിമ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആമുഖവാചകം ശരിയെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ. പലതിലും കേന്ദ്ര ബിന്ദുവായത് താരസംഘടനയായ അമ്മയും. 2024 സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ മലയാളത്തിലെ പ്രമുഖ താരങ്ങളുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീണു. 233 പേജുള്ള റിപ്പോർട്ടിൽ കാസ്റ്റിംഗ് കൗച്ച് മുതൽ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ പരസ്യമായി അപമാനിക്കുന്ന രീതി വരെ മലയാള സിനിമയിലെ മാഫിയ രീതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിച്ചു. മുഖം രക്ഷിക്കാൻ താരസംഘടന തുനിഞ്ഞിറങ്ങി. സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ സ്ത്രീകളെത്തി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ചരിത്രത്തിൽ ആദ്യമായി അമ്മയുടെ തലപ്പത്ത് വനിതകൾ. അങ്ങനെ ഒരു വിപ്ലവം കേരള സമൂഹം കണ്ടു. ധാരണകൾ പതിയെ തെറ്റി തുടങ്ങി. അന്നുണ്ടായത് വെറും മുഖമിനുക്കൽ മാത്രമായിരുന്നെന്ന് വ്യക്തമാക്കുകയാണ് പുതിയ സംഭവങ്ങൾ. ഭരണസമിതി അംഗം അൻസിബ ഹസൻ തന്നെ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. അമ്മയിലെ വനിതാ നേതൃത്വം പോലും ചില പ്രബലരുടെ നിഴലുകൾ മാത്രമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇക്കഴിഞ്ഞ മെയ്യിൽ അമ്മയുടെ പുതിയ നേതൃത്വത്തിനെതിരെ ആദ്യത്തെ ആരോപണമുയർന്നു. ട്രഷറർ ഉണ്ണി ശിവപാലിൽ നിന്ന് കടുത്ത മാനസിക പീഡനവും തൊഴിൽ പീഡനവും നേരിട്ടതായി ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരിയുടെ പരാതി. ഇവരെ പിരിച്ചുവിട്ട നടപടി റദ്ദാക്കിയും ഉണ്ണിയെ നിർബന്ധിത അവധിക്ക് പറഞ്ഞുവിട്ടും തൽക്കാലം അമ്മ തടിയൂരിയെങ്കിലും സംഘടനയെ കാത്തിരുന്നത് വിവാദങ്ങളുടെ സുനാമി തന്നെയായിരുന്നു. ഈ മെയ്യിൽ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടി അൻസിബ ഹസൻ രാജിവെച്ചു. പിന്നാലെ അമ്മയുടെ നിലവിലെ ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി നടന്മാരായ ടിനി ടോമും ബാബുരാജും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ആരോപണങ്ങൾ കടുത്തതോടെ അൻസിബയുടെ രാജി വ്യക്തിപരമായ തീരുമാനങ്ങൾ കൊണ്ടെന്ന് വിശദീകരിച്ച് അമ്മ രംഗത്തെത്തി. എന്നാൽ രാജിക്കുള്ള കാരണം പറഞ്ഞ് അൻസിബ രംഗത്തെത്തിയതോടെ കഥയിൽ വൻ ട്വിസ്റ്റ് ഉണ്ടായി. യഥാർത്ഥ വില്ലൻ ടിനി ടോം ആണെന്ന ഗുരുതരമായ ആരോപണം നടത്തി അൻസിബ. താൻ ആരോട് സംസാരിച്ചാലും ടിനി ടോം അവിഹിത കഥകൾ ഉണ്ടാക്കുമെന്നും ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്നും അടക്കമുള്ള അതിഗുരുതരമായ ആരോപണങ്ങൾ. പിന്നാലെ ടിനി ടോമിനൊപ്പവും ടിനിക്കെതിരെയും എന്ന തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പ്രിയങ്ക, ലക്ഷ്മിപ്രിയ, നീന കുറുപ്പ്, മാലാ പാർവതി എന്നിവർ രംഗത്തെത്തി. പരാതി ഉണ്ടെങ്കിൽ സംഘടനയിൽ പറയണമെന്നും സംഘടനയെ തകർക്കുക എന്നതാണ് അൻസിബയുടെ ലക്ഷ്യമെന്നുമൊക്കെ ലക്ഷ്മിപ്രിയയും പ്രിയങ്കയും പതിവ് സ്ത്രീവിരുദ്ധത തുപ്പിയപ്പോൾ അൻസിബയ്ക്കൊപ്പം നിലപാടെടുക്കുകയായിരുന്നു നീന കുറുപ്പ്. ടിനി ടോമിൽ നിന്ന് മോശം അനുഭവം താനും നേരിട്ടുണ്ടെന്നും ടിനിക്കെതിരെ പരാതി പറയുന്നവരെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും നീന തുറന്നടിച്ചു. ഈ ആരോപണങ്ങളോടൊക്കെയും തണുപ്പൻ മട്ടിലെ പ്രതികരണമായിരുന്നു പ്രസിഡന്റ് ശ്വേതാ മേനോന്റേത്. പരാതി ഉണ്ടെങ്കിൽ അൻസിബ സംഘടനയിലോ ജനറൽ ബോഡിയിലോ പറയണമായിരുന്നെന്നും ടിനി ടോമിനോട് അൻസിബയ്ക്കുള്ളത് വ്യക്തിപരമായ കാരണമായിരുന്നെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. അൻസിബയെ കേൾക്കും, നടപടിയെടുക്കും എന്നൊക്കെ സംഘടന അറിയിക്കുന്നുണ്ടെങ്കിലും ഇത്രയും നാൾ ഇതിനൊന്നും മുതിരാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം ഇതിനൊപ്പം ഉയരുന്നുണ്ട്. കമ്മിറ്റിയിലുള്ള പവർ ഗ്രൂപ്പ് പൊളിറ്റിക്സ് തന്നെയാവാം അതിനുള്ള കാരണം. പരാതിപ്പെടുന്നവരെ ക്യാൻസൽ ചെയ്തു കളയുന്ന രീതിക്ക് ഉദാഹരണങ്ങൾ ഏറെ ഉണ്ട് എന്നിരിക്കെ നിലവിലെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് നേതൃത്വം കണ്ടുവച്ചിരിക്കുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. മാലാ പാർവതി പറഞ്ഞതുപോലെ ഇങ്ങനെ നാണക്കേടാകും അമ്മയുടെ പുതിയ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നാരാണ് പ്രതീക്ഷിച്ചത്? സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങാൻ പരിഹാരമാകും എന്നത് വെള്ളത്തിൽ വരച്ച വരയാകുമെന്നും ആര് കണ്ടു?